Dear students, very good morning all. Once more welcome to Cost and Management Accounting new video classroom. Today we are going to discuss abnormal process loss. Normal loss is usually estimated as a certain percentage of input. When actual loss in the process is greater than the estimated normal loss, it is a case of abnormal loss. Loss in excess of normal loss is called abnormal loss. It is caused by unexpected or abnormal conditions such as machine breakdown, carelessness, accidents, substandard materials, etc. Then, treatment of abnormal wastage. The value of abnormal loss must be separated from the value of output. It is valued at full cost and credited to process account. Being loss, abnormal loss account is debited with this value. The realizable value of abnormal loss is credited to the abnormal loss account. The balance in the abnormal loss account is transferred to costing profit and loss account. Abnormal loss account is closed. The journal entries for abnormal wastage are as follows. Number 1. For value of abnormal loss. Abnormal loss or wastage account debtor to process account. Second one. For realizable value of abnormal loss. Cash account debtor to abnormal loss. Third one. For transferring the balance in the abnormal loss account. Costing profit and loss account debtor to abnormal loss account. Next one, valuation of abnormal loss. Value of abnormal loss is equal to normal cost of normal output divided by normal output into units of abnormal loss. Then normal cost of normal output is equal to total expenditure minus value of normal loss. Normal output is equal to input minus units of normal loss. Abnormal loss is recorded in the process account in the following manner. Then our abnormal loss എന്താണെന്നും then abnormal wastage അല്ലെങ്കിൽ abnormal scrap എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. പിന്നെ അക്കൗണ്ട്സ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ള 3 ജേണൽ എൻട്രീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അബ്നോർമൽ കേസിലെ ദാറ്റ് മീൻസ് അബ്നോർമൽ ലോസ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരു 3 ജേണൽ എൻട്രി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ 3 ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടിക്കലായിട്ട് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യരുത്. എന്തിന് ജേണൽ എൻട്രി എഴുതുന്നു എന്നുള്ളത് ആദ്യം പഠിക്കാം. ദെൻ എന്താണ് ഓരോ ജേണൽ എൻട്രി, എന്തുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചു വെച്ചിട്ട്, അതായത് അതിൻ്റെ പ്രാക്ടിക്കൽ പോയിന്റ് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പോൾ പിന്നെ ഒരിക്കലും അതൊന്നും ചെയ്യാൻ പറ്റില്ല, മറക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എല്ലാം ഇപ്പോഴും അത് ഓർക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി എഴുതുന്നത്, അതായത് ഈ ജേണൽ എൻട്രി എഴുതുന്ന കേസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അബ്നോർമൽ വേസ്റ്റേജ് വരുന്ന സമയം, ദാറ്റ് മീൻസ് അബ്നോർമൽ ലോസിലെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന കേസ് വരുമ്പോൾ അതിൽ അബ്നോർമൽ വേസ്റ്റേജ് ഉണ്ടെങ്കിൽ ആ അബ്നോർമൽ വേസ്റ്റേജിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി ഫോർ വാല്യൂയിങ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കണ്ടെത്തുന്നതിനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്, അതിനൊരു വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് ജേണൽ എൻട്രി റൈറ്റ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ചെയ്യാം. ഫോർ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്,
അപ്പോൾ അബ്നോർമൽ ലോസ് ഉണ്ടായതിൻ്റെ ഫോർ വാല്യൂ ഓഫ് abnormal ലോസ്. അപ്പോൾ അബ്നോർമൽ ലോസിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ വാല്യൂ പോസ്റ്റ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ജേണൽ എൻട്രി ഉണ്ടാവുക? അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി ഫോർ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? എൻട്രി ചെയ്യാണ്. അപ്പോൾ അതിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ജേണൽ എൻട്രി abnormal loss account debtor or wastage account debtor to ഏതിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? എന്തുകൊണ്ട് അബ്നോർമൽ ലോസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു? അതായത് നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓർ ഗെയിൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ വേസ്റ്റേജ് അതെന്താണ്? ആ ഫോമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. ദെൻ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്നാണ് റൂൾ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? അബ്നോർമൽ ലോസിനെ ഡെബിറ്റ് ചെയ്തു. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഓർ വേസ്റ്റേജ് അക്കൗണ്ട് ഡെറ്റർ ടു ഏത് അക്കൗണ്ടിലാണ് വരുന്നത്? പ്രോസസ് അക്കൗണ്ട്. ടു പ്രോസസ് അക്കൗണ്ട്. ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി. For value of abnormal loss account or wastage account debtor to process account. ഓക്കെ, അപ്പൊ ഇതെന്തായി? വേസ്റ്റ് ആയി അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് ഉണ്ടായി. ഇനി ഇതെന്ത് ചെയ്യണം? ഫോർ റിയലൈസബിൾ അബ്നോർമൽ ലോസ് ഓർ വേസ്റ്റേജ്. അപ്പൊ ഈ അബ്നോർമൽ ലോസിനെ അല്ലെങ്കിൽ ഈ അബ്നോർമൽ വേസ്റ്റേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിയലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? അപ്പോൾ സെക്കൻഡ് ജേണൽ എൻട്രി എഴുതുന്നത് ഫോർ റിയലൈസബിൾ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്. സെക്കൻഡ് വൺ ഫോർ റിയലൈസബിൾ വാല്യൂ ഓഫ് abnormal loss. Second journal entry. First journal entry for value of abnormal loss. ഇതിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്തു, അതിനുള്ള ജേണൽ എൻട്രി നമ്മൾ എഴുതി. ഇനി എന്താ ചെയ്തത്? ഫോർ റിയലൈസബിൾ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്. അപ്പൊ ഈ ലോസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റിയലൈസ് ചെയ്യാണ്. അപ്പൊ റിയലൈസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാണ്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. അതായത് റിയലൈസ് ചെയ്തു, അപ്പൊ നമുക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ ഏതിന്റെ വോളിയാണ് കുറയുന്നത്? അബ്നോർമൽ ലോസിന്റെ വോളിയം കുറയും. സോ ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ലോസ് ഓർ വേസ്റ്റേജ് അക്കൗണ്ട്. ഓക്കെ, വേസ്റ്റേജ് അക്കൗണ്ട്. ഇതാണ് ജേണൽ എൻട്രി എഴുതുന്നത്. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് അബ്നോർമൽ ലോസ് ഉണ്ടായതിന് ജേണൽ എൻട്രി എഴുതി, അതായത് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഓർ വേസ്റ്റേജ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട്. ഓക്കെ, then for realizable value of abnormal loss, ഈ ഉണ്ടായ അബ്നോർമൽ ലോസ് റിയലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ലോസ് ഓർ വേസ്റ്റേജ് അക്കൗണ്ട്. ദെൻ ഇനി മൂന്നാമത്തെ ജേണൽ എൻട്രി. എന്തിനാണ് മൂന്നാമത്തെ ജേണൽ എൻട്രി എഴുതുന്നത്? ഫോർ ട്രാൻസ്ഫറിങ് ദ ബാലൻസ് ഇൻ ദ അബ്നോർമൽ ലോസ്. ഇപ്പോൾ റിയലൈസ് ചെയ്തു, പൂർണ്ണമായിട്ടും റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല, അപ്പൊ അതിന്റെ ബാലൻസ് ഉണ്ടാവും. ഈ ബാലൻസ് എന്താ ചെയ്യേണ്ടത്? അതായത് അബ്നോർമൽ ലോസിലെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഇനി എഴുതേണ്ടത്. അതായത് ലോസ് ഉണ്ടായി, ലോസിൽ കുറച്ച് റിയലൈസ് ചെയ്തതിൽ ഇനിയും ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് ഉള്ളതിൻ്റെ ജേണൽ എൻട്രിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അതായത് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫോർ ട്രാൻസ്ഫറിങ് ഇൻ ദ ബാലൻസ് ഓഫ് അബ്നോർമൽ ലോസ്. അപ്പൊ അബ്നോർമൽ ലോസിനുണ്ടായ ബാലൻസ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. മൂന്നാമത്തെ ജേണൽ എൻട്രിയാണ്. Third journal entry for transferring, third one, for transferring value of transferring the balance in the abnormal
അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്നു. എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? കോസ്റ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഏതിന്റെ വോളിയമാണ് കുറയുന്നത്? അബ്നോർമൽ ലോസിന്റെ വോളിയം കുറയും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ കോസ്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇത്രയും ജേണൽ എൻട്രിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ജേണൽ എൻട്രി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? അബ്നോർമൽ ലോസിന്റെ കേസിൽ വേസ്റ്റേജ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാണ്ട്? പ്രോസസ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണം, അബ്നോർമൽ ലോസ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ അബ്നോർമൽ ലോസ് അക്കൗണ്ടും പ്രോസസ് അക്കൗണ്ടും വർക്കൗട്ട് ചെയ്യാൻ ഈ 3 ജേണൽ എൻട്രി നമ്മൾ അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ളതൊക്കെ ആസ് യൂഷ്വൽ ആണ്. ദാറ്റ് മീൻസ് നോർമൽ ലോസ് ഉണ്ടാകുമ്പോൾ എന്താണ് എഴുതുന്നത്, സാധാരണ പ്രോസസ് അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. ഈ അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ വേസ്റ്റേജ് ഉണ്ടാകുമ്പോൾ അതിന്റെ വാല്യൂ എങ്ങനെ എഴുതുന്നു, അത് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്യുമ്പോൾ എന്താണ് ജേണൽ എൻട്രി ഉണ്ടാവുക, അതിന്റെ ബാലൻസ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫസ്റ്റ് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തുള്ള ഫസ്റ്റ് ജേണൽ എൻട്രി ആണ് ആദ്യം എഴുതി കൊടുക്കേണ്ടത്. ദെൻ രണ്ടാമത് റിയലൈസബിൾ വാല്യൂ ഓഫ് അബ്നോർമൽ, അല്ലെങ്കിൽ അബ്നോർമൽ വേസ്റ്റേജിൽ ഉണ്ടാകുന്ന വാല്യൂവിനെ റിയലൈസ് ചെയ്യുന്നു. എന്നിട്ടും ബാലൻസ് ഉണ്ടാവുകയാണെങ്കിൽ ട്രാൻസ്ഫറിങ് ഇൻ ദ ബാലൻസ് ഓഫ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഓർ അബ്നോർമൽ വേസ്റ്റേജ് അക്കൗണ്ട്. അതിൽ ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ അത് കോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Costing profit and loss account debtor, costing profit and loss account debtor to abnormal loss account. Question: in process A, 100 units of raw material were introduced at cost of ₹1000. The other expenditure incurred by the process was ₹600. Of the units introduced, 10% are normally lost in the course of manufacture, and they possess a scrap value of ₹7 each. The output of process A was only 75 units. Prepare process and abnormal loss account. Okay, അപ്പോൾ അധിക കേസിലും ഇത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. പ്രോസസ് അക്കൗണ്ടും അതുപോലെ അബ്നോർമൽ ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കണം, അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ ഫോർമാറ്റ് ആദ്യം ഡ്രോ ചെയ്യാം. പ്രോസസ് ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ഓക്കെ, നമുക്കറിയാം പ്രോസസ്സിൽ ഒരു എമൗണ്ട് കോളം ഉണ്ടാവും, അതുപോലെ ഒരു യൂണിറ്റ്സ് കോളം ഉണ്ടാവും. ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും ഇതുപോലെ എന്ത് ചെയ്യാനുണ്ട്? എൻ്റർ ചെയ്യാനുണ്ട്. പ്രോസസ് എ അതായത് എമൗണ്ട് യൂണിറ്റ്സ് ക്ലിയർ അല്ലേ? ഇനി ഇത് പോസ്റ്റ് ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം. അതുപോലെ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു നോക്കാം. കാരണം നമ്മൾ ജേണൽ എൻട്രി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ആ ജേണൽ എൻട്രിയിലുള്ളത് പോസ്റ്റ് ചെയ്താൽ മതി നമ്മൾ. ഓക്കെ, കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. കുറച്ച് മുകളിലോട്ട് വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എന്തുണ്ടാവും? യൂണിറ്റ്സ് കോളും അതുപോലെ എമൗണ്ട് കോളും പ്രൊവൈഡ് ചെയ്യാം. അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ഓക്കെ, യൂണിറ്റ്സ് എമൗണ്ട്, ഓക്കെ. അപ്പോൾ രണ്ടും നമ്മൾ ഫോർമാറ്റ് ഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, അത് പോസ്റ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. In process A, 100 units of raw material were introduced at cost of ₹1000. ഇവിടെ എന്ത് എഴുതുന്നു? To raw material പ്രോസസ് എയിലാണ് 100 units എമൗണ്ട് എത്ര? 1000. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു.
The other expenditure incurred by the process was rupees 600. Other expenses. So other expenses, other expenditure was rupees 600 units, 600 value. Okay. Of the units introduced, അതായത് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്ര 100 യൂണിറ്റ്സ്, 10% are normally lost in the course of manufacture. അപ്പോൾ മാനുഫാക്ചർ ചെയ്ത സമയത്ത് 10% നോർമലി ലോസ് ആണ് എന്നാണ് പറയുന്നത്. എത്ര പെർസെൻറ്റേജാ? 10%. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിന്റെ 10% മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്തായി? ലോസ് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ? ബൈ നോർമൽ ലോസ്. എത്ര എന്ന് പറഞ്ഞത്? 100ന്റെ 10%, ദാറ്റ് ഈസ് 10. നേരാണല്ലോ, 10 യൂണിറ്റ്സ്. അതായത് ഈ 10 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവിടെ 100 ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓഫ് ദ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് 10% ആർ നോർമലി ലോസ്റ്റ് ഇൻ ദ കോഴ്സ് ഓഫ് മാനുഫാക്ചർ. അതിൽ എത്ര യൂണിറ്റ് ആണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്? 10% നഷ്ടപ്പെട്ടു. അപ്പോൾ 100ന്റെ 10% എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ. ആൻഡ് they possess a scrap value of ₹7 each. അതിനെന്തുണ്ട്? ഈ 10 യൂണിറ്റ്സിന് ഒരു യൂണിറ്റിന് 7 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതിന്റെ വാല്യൂ എത്ര? 70. ഇതെങ്ങനെ 70 കിട്ടിയത്? 10 into 7. ക്ലിയർ? Then the output of process A was only 75 units. ശ്രദ്ധിക്കണേ, 100 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, 10% നോർമൽ ലോസ് ഉണ്ടായി. അപ്പൊ നോർമൽ ലോസ് ഉണ്ടായാൽ ബാലൻസ് എത്ര ഉണ്ടാവും? 90 യൂണിറ്റ്സ് ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? ദ ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് എ വാസ് ഓൺലി 75 യൂണിറ്റ്സ്. ഔട്ട്പുട്ട് എത്ര യൂണിറ്റ്സേ ഉള്ളൂ? 75 യൂണിറ്റ്സ്. അപ്പൊ എത്ര യൂണിറ്റ് ആണ് അബ്നോർമൽ ലോസ്? അബ്നോർമൽ ലോസ് 15 യൂണിറ്റ്സ്. 15 യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ലോസ്. ഓക്കെ. അപ്പൊ ഇവിടെ റൈറ്റ് ഇരിക്കുന്നു അബ്നോർമൽ loss. How much? 15 units. ശ്രദ്ധിക്കുക, 100 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൽ 10 യൂണിറ്റ്സ് നോർമൽ 10% നോർമൽ വേസ്റ്റ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നോർമൽ ലോസ് ആണെന്ന് പറഞ്ഞു. 100 - 10 will get 90. Then 90 ആണ് ശരിക്കും ഉണ്ടാവേണ്ടത്. അപ്പൊ അബ്നോർമൽ ലോസ് ഉണ്ടായത് കൊണ്ട് ഔട്ട്പുട്ട് എത്രയേ വന്നിട്ടുള്ളൂ? 75 വന്നിട്ടുള്ളൂ. അപ്പൊ 75 ഔട്ട്പുട്ട് മൈനസ് ചെയ്താൽ 15 യൂണിറ്റ്സ് എന്തായി? അബ്നോർമൽ ലോസ് ആണ്. ഓക്കെ. ഇനി ഈ അബ്നോർമൽ ലോസിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അത് യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. Then how to calculate the value of abnormal loss? അബ്നോർമൽ ലോസിന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ലോസ് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഈസ് ഈക്വൽ ടു, അതായത് യൂണിറ്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്തത് എത്ര യൂണിറ്റ്സ് ആണ് നമുക്കറിയാം, പക്ഷെ അതിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഈസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. ഫോർമുല: നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് into units of abnormal loss. ഇതാണ് ഫോർമുല. ഇത് നമുക്ക് യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് എത്രയാണെന്നുള്ളത് അറിയാം. നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് 15 യൂണിറ്റ്സ്. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഇത് കണ്ടുപിടിക്കണം. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എത്രയാണെന്നുള്ളത്. എങ്ങനെയാണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ദെൻ അബ്നോർമൽ, അതായത് നോർമൽ ലോസ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ. എത്രയാണോ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടിയിട്ടുള്ളത് അതിൽ നിന്നും ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് മൈനസ് ചെയ്യാം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് നോർമൽ ഔട്ട്പുട്ട്, ദാറ്റ് മീൻസ് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് ആണ് അതിൽ നിന്നും മൈനസ് ചെയ്യേണ്ടത്. ദെൻ നോർമൽ ഔട്ട്പുട്ട് എത്ര? അതായത് നോർമൽ ലോസ് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ട് എത്ര യൂണിറ്റ്സ് ആണോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ നോർമൽ ലോസ് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളതാണ് എന്ത്? നോർമൽ ഔട്ട്പുട്ട്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കേസിൽ എങ്ങനെ വരാം? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. അപ്പൊ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇപ്പൊ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 1600 കിട്ടും. 100 യൂണിറ്റ്സ്.
ഓക്കെ 1600. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 1600 ആണ്. 1600 മൈനസ് ദെൻ നമുക്ക് റിയലൈസബിൾ ചെയ്തിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് പ്രൊസീജിയർ ഓർ വാല്യൂ ഓഫ് നോർമൽ ലോസ്. നോർമൽ ലോസിന്റെ വാല്യൂ എത്രയാണോ അതാണ് നിന്ന് മൈനസ് ചെയ്യേണ്ടത്. എത്രയാണ് നോർമൽ ലോസിന്റെ വാല്യൂ? 70. ഓക്കെ, അപ്പൊ എന്തായി? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി കഴിഞ്ഞു. ദെൻ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് എത്ര? 100 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതില് നോർമൽ ലോസ് 10 യൂണിറ്റ്സ് ആണ്. ബാലൻസ് എത്ര? 90 ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് 50. That is a formula for value of abnormal loss. Once more, value of abnormal loss is equal to normal cost of normal output divided by normal output into units of abnormal loss. Then how to calculate normal cost of normal output? Total expenditure minus normal value of normal loss. So value of normal loss expenditure നിന്ന് മൈനസ് ചെയ്യുന്നു. Total expenditure minus value of normal loss divided by normal output. Normal output എങ്ങനെ കിട്ടുക? Then number of unit introduced minus then normal loss will get normal output then into units of abnormal loss. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. 1600 minus 70 എത്ര കിട്ടും? 1530 divided by 90 into 50. ഓക്കെ, കട്ട് ചെയ്ത് പോയാൽ 3 കൊണ്ടാകുമ്പോൾ ഇവിടെ 30 വരും. ദെൻ ഇവിടെ 5 വരും. ദെൻ 6 കട്ട് ചെയ്യും. ദെൻ 6 50ൽ എത്ര ടൈം പോകും? 2 ടൈം. ദെൻ 33 എന്ന് പറയുമ്പോൾ 30, സോ 5, ദെൻ അഗെയിൻ 5, സോ 255. ഓക്കെ, 255. അപ്പോൾ അത്ര വാല്യൂ കിട്ടിയത് 255. ഇനി ഇത് ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യും. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 1600, ഇവിടെ 100 യൂണിറ്റ്സ്. ഓക്കെ, 100 യൂണിറ്റ്സ്. 100 minus 25, then balance 75. 1600 minus 5, 2, 3, 325. Then minus, then 7, 2, 1, 2, 1275. 1275. ഓക്കെ, കിട്ടിയല്ലോ. യൂണിറ്റ്സ് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞു. അതുപോലെ അതിന്റെ വാല്യൂ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതും ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് എന്ത് വേണ്ടാണ് നമ്മൾ എഴുതുക? ബൈ പ്രോസസ് ബി. ബൈ പ്രോസസ് ബി. ബൈ പ്രോസസ് ബി. ഓക്കെ, അപ്പോൾ പ്രോസസ് എ ആയതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത പ്രോസസ് ബി ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ ഔട്ട്പുട്ട് ആണ് ഇവിടെ എന്ത് ചെയ്യാണ്ടാവുക? ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഇത് പോയിന്റ് ബിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ. ഓക്കെ, ഇനി എന്ത് ചെയ്യാനുണ്ട് നമുക്ക്? ഇപ്പൊ നമുക്ക് ഇതെല്ലാം കിട്ടി കഴിഞ്ഞു. ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എൻ്റർ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ ജേണൽ എൻട്രീസ് അറിയേണ്ടത്. 3 ജേണൽ എൻട്രി ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫോർ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്. എന്താ അബ്നോർമൽ ലോസിന്റെ ജേണൽ എൻട്രി? വാല്യൂ ഓഫ് അബ്നോർമൽ ലോസിന്റെ ജേണൽ എൻട്രി എന്താ? That means abnormal loss or wastage account debtor to process account. Okay, first journal entry, abnormal loss or wastage account debtor to process account. Okay, abnormal loss or wastage account debtor to process account. എത്ര amount വരുന്നത്? abnormal loss എത്ര കിട്ടി? abnormal loss, then abnormal loss 255, then to process. Okay, abnormal loss or wastage 255, then process 255. Okay, ready le? Second journal entry എന്താ? For realizable value of abnormal loss. What is the journal entry? Cash account debtor to abnormal loss. അപ്പോൾ എത്ര രൂപയാണ് നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുള്ളത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസിലെ
ക്യാഷ് റിയലൈസ് ചെയ്തിട്ടുള്ളത് എത്ര രൂപയാണ്? എത്ര യൂണിറ്റ്സ് ആണ്? 15 യൂണിറ്റ്സ് ആണ്. 15 യൂണിറ്റ്സിനെ റിയലൈസ് ചെയ്യുന്നത് 7 rupees വെച്ചിട്ടാണ്. സോ 15 into 7 105. 15 into 7 105. ക്ലിയർ? Then ഇനി എന്ത് ചെയ്യാനുണ്ട്? ഫോർ ട്രാൻസ്ഫറിങ് ഇൻ ദ ബാലൻസ് ഓഫ് അബ്നോർമൽ ലോസ്. അപ്പോൾ ആക്ച്വൽ അബ്നോർമൽ ലോസ് 255 ആണ്. പക്ഷെ ഇവിടെ എത്ര റിയലൈസ് ചെയ്തിട്ടുള്ളൂ? 105. ദെൻ ബാലൻസ് എന്ത് ചെയ്യണം? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ജേണൽ എൻട്രി കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ലോസ് ഫൈൻഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 255 minus 105 0 then 5 150. ഓക്കെ, 150. ക്ലിയർ ആണല്ലോ? ഇതാണ് ജേണൽ എൻട്രി. ഇനി ഇത് എന്ത് ചെയ്യണം? ഇതിലേക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ജേണൽ എൻട്രി നേരെ അബ്നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നോക്കൂ. അബ്നോർമൽ ലോസ് ഓർ വേസ്റ്റേജ് അക്കൗണ്ട് ഡെറ്റർ 255 ടു പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ ജേണൽ എൻട്രി പ്രോസസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, അബ്നോർമൽ ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ ടു പ്രോസസ് അക്കൗണ്ട് എത്ര? 15 യൂണിറ്റ്സ് 255 rupees. ക്ലിയർ? സെക്കൻഡ് വൺ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ₹105 ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ അബ്നോർമൽ ലോസിനെ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ബൈ ക്യാഷ്. എത്ര കിട്ടിയത്? 105. എത്ര യൂണിറ്റ്സ് ആണ്? 15 യൂണിറ്റ്സ്. 15 യൂണിറ്റ്സിന് 7 രൂപ വെച്ചിട്ട് 105 ക്യാഷ് കിട്ടി. അപ്പോൾ ഇതിൽ 255 രൂപേൻ്റെ ലോസ് ഉണ്ടായിട്ടുണ്ട്, അബ്നോർമൽ ലോസ് ഉണ്ട്. പക്ഷെ ഇവിടെ 105 രൂപ റിയലൈസ് ചെയ്തിട്ടുള്ളൂ. ബാലൻസ് ഉള്ള എമൗണ്ട് എന്താ ചെയ്യേണ്ടത്? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ അതെന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്താൽ വേഗം ആൻസർ കിട്ടും. 255 then 15 255 then balance 150. ഇവിടെ യൂണിറ്റ്സിന് ബാലൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ജേണൽ എൻട്രി എന്താ? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ₹150 ടു അബ്നോർമൽ ലോസ്. അപ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ₹150. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ജേണൽ എൻട്രീസ് 3 അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് അബ്നോർമൽ ലോസ് വളരെ സിമ്പിളായിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോസസ് അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ പഴയ പ്രോസസ് അക്കൗണ്ട് തന്നെ ഉള്ള പോലെ തന്നെയാണ്. അതായത് മെറ്റീരിയൽ ദെൻ അതർ എക്സ്പെൻസസ് ഇവിടെ ട്രീറ്റ് ചെയ്തു. ദെൻ നോർമൽ ലോസ് ഫൈൻഡ് ചെയ്തു. 100 ആയിരുന്നു യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ 10% നോർമൽ ലോസ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് 10% കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ലോസ് ആയ ക്വാണ്ടിറ്റി. ദെൻ അത് റിയലൈസ് ചെയ്യുന്നത് 7 രൂപ വെച്ചിട്ടാണ്. സോ 70 rupees. ഓക്കെ, അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്തു. 100 നിന്ന് 10 മൈനസ് ചെയ്തു. അപ്പോൾ 90 ആണ് ശരിക്കും വേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തത് 75 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 90 minus 75 വിൽ ഗെറ്റ് 15 rupees. ഇനി ഈ 15 യൂണിറ്റ്സ് ആണ്. ഇനി ഇതിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അബ്നോർമൽ ലോസിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അത് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് അബ്നോർമൽ ലോസിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്തു. ബാലൻസ് പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പ്രോസസ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ദെൻ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പ്രോസസ് ദെൻ ഈ 3 ജേണൽ എൻട്രി നേരെ ഇവിടെ പോസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറച്ചൊന്ന് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ എഴുതി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇസ് എ ക്ലിയർ? താങ്ക് യു.